പിന്നെ ഞങ്ങള് ഈ സൈക്കോളജി പറയുന്നൊരു കാര്യമുണ്ട്. 21 ദിവസം നമ്മളൊരു കാര്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്തായിട്ട് മാറും? ഹാബിറ്റ് ആയിട്ട് മാറും. അന്നേരത്തേക്കിന് ഒരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യപ്പെടും ബ്രെയിനിൽ നമുക്ക് ഒരു രീതി ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഒരു 21 ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ അത് റെഡി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരു 4-5 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം. ഒന്ന് എഴുതി വെച്ചു. ഒരു 4-5 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന 4-5 കാര്യങ്ങൾ. 1, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക. 2, രാവിലെ 2 മണിക്കൂർ സമയം പഠിക്കുക. 3, ഒരു ദിവസം വീട്ടിൽ 1 മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കുക. ടെൻഷനായില്ലടാ പാവം. ഒരു ദിവസം വീട്ടിൽ 1 മണിക്കൂർ സമയം മൊബൈൽ ഉപയോഗിക്കുക. നോമോഫോബിയ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ട്? നോമോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? മൊബൈല് അടുത്തുനിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ ഒരു അവയവം വെട്ടി മാറ്റിയതുപോലൊരു തോന്നൽ. കൈ വിറയ്ക്കും, കാല് വിറയ്ക്കും, മൂത്രം ഒഴിക്കാൻ മുട്ടും, അപ്പിയിടാൻ മുട്ടും, അങ്ങനെ ഒരു അവസ്ഥ. വല്ലാത്ത അവസ്ഥ. ഓക്കെ, ടെൻഷനായി കൈ ഇങ്ങനെ വല്ലാതെ തണുക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ. നോമോഫോബിയ. നോ എന്ന് പറഞ്ഞാൽ നോ, മോ എന്ന് പറഞ്ഞാൽ മൊബൈല്, ഫോബിയ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. നോമോഫോബിയ. ഓക്കെ, അപ്പൊ എത്ര മണിക്കൂർ ഉപയോഗിക്കുക? 1 മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കുക. ഓക്കെ, ആഴ്ചയിൽ 1 ദിവസം മാത്രം ടിവിയും ഗെയിമും കളിക്കുക. ആഴ്ചയിൽ 1 ദിവസം മാത്രം ടിവിയും ഗെയിമും കളിക്കുക. ആഴ്ചയിൽ 1 ദിവസം മാത്രം ടിവിയും ഗെയിമും കളിക്കുക. ടി വി കാണുന്നതും ഗെയിം കളിക്കുന്നതും ആഴ്ചയിൽ 1 ദിവസം മാത്രമാക്കി മാറ്റുക. കൃത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. വീട്ടില് അനുജനും അനുജത്തിയും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കളിക്കുക, അല്ലെങ്കിൽ 1/2 മണിക്കൂർ എക്സസൈസ് ചെയ്യുക. വീട്ടില് അനുജനോ അനുജത്തിയോ ചേട്ടനോ ചേച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ സമയം അവരുടെ കൂടെ കളിക്കാം. 1 മണിക്കൂർ കളിച്ചു, തല്ല് വീഴു, അടി ഉണ്ടാക്കി, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെന്താണ്? അല്ലെങ്കിൽ 1/2 മണിക്കൂർ എന്ത് ചെയ്യുക? എക്സസൈസ് ചെയ്യുക. വിളിയിടൂടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ നോക്കുക.